നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ പരിക്ക് എങ്ങനെയുണ്ട്? പല സുഹൃത്തുക്കളും അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇന്നലെ മുതൽ കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമല്ലോ. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ നമ്മൾ പറയുകയാണ്. ഇനി കൂടുതൽ വിശദമായിട്ട് ഇന്റർ മയാമി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കും എന്ന് പ്രതീക്ഷിക്കാം അടുത്ത കളിക്ക് മുന്നോടിയായിട്ട്. ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് ഇന്നലെ ലിയോ മെസ്സിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുകയാണ്. പിന്നെ മെസ്സി തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മാത്രമാണ് ഇപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഇന്നലെ കോച്ച് ലയണൽ സ്കലോനി കളിക്ക് ശേഷം പറഞ്ഞത് മെസ്സിയുടെ ആംഗിൾ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അദ്ദേഹത്തിന് കളി തുടരാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം കളിക്കളം വിട്ടു പോയത്. അതേസമയം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും കളി തുടരാൻ വേണ്ടിയിട്ടാണ് മെസ്സി ശ്രമിച്ചത്. അതൊരു റിയാലിറ്റിയാണ്. മെസ്സി എപ്പോഴും അങ്ങനെയാണ്. കളിക്കളത്തിൽ മാക്സിമം തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ലിയോ ആയിട്ട് മാറുന്നത്. സോ അദ്ദേഹം അവിടെ തുടരുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സെൽഫിഷ്നെസ് കൊണ്ടല്ല. താൻ ഗ്രൗണ്ടിൽ തുടരുകയാണെങ്കിൽ ടീമിനത് ഗുണകരമാവും എന്നുള്ള കൃത്യമായ ധാരണയിലാണ് ലിയോ മെസ്സി കളി തുടരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഗ്രൗണ്ട് വിടാനുള്ള ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അത് വിടുന്ന ആളല്ല മെസ്സി. അവിടെ തന്നെ തുടരാൻ മാക്സിമം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് വിട്ടുപോയത് എന്നാണ് ലയണൽ സ്കലോനി കളിക്ക് ശേഷം പറഞ്ഞത്. പിന്നെ ഇന്നലെ അർജന്റീനയിലേക്ക് തിരികെ പറക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലിയോ മെസ്സിയുടെ കാലിൻ്റെ ഭാഗം ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ എനിക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് സ്കലോനി അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്. ചുരുക്കത്തിൽ അത്ര ശുഭകരമായിട്ടുള്ള ചില സൂചനകളല്ല സ്കലോനി നൽകിയതെങ്കിലും മെസ്സി പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പറഞ്ഞത് ഐ ആം ഡൂയിങ് വെൽ, താങ്ക് ഗോഡ് എന്നാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവത്തിന് നന്ദി, ആൻഡ് ഹോപ്പ്ഫുള്ളി soon I can be on the court again enjoying what I love doing most. I am happy എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഏറ്റവും അധികം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, അതായത് കളിക്കുക, അത് വീണ്ടും ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് പരിക്ക് ഗുരുതരമല്ല, ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്നാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.